ശ്രീമതി ഉമാ തോമസ്. യെസ് സർ, തണുക്കുമ്പോഴല്ലേ സർ കമ്പിളിപ്പുതപ്പിൻ്റെ ആവശ്യം? പെൻഷൻ കമ്പനിയിലേക്ക് പണം വകയിരുത്താൻ കഴിഞ്ഞ ബജറ്റിൽ ഏർപ്പെടുത്തിയ ഇന്ധന സെസ് വഴി എത്ര കോടി സമാഹരിച്ചു എന്നും ഇതിൽ എത്ര കോടി പ്രസ്തുത കമ്പനിക്ക് നൽകി എന്നും വ്യക്തമാക്കാമോ? സമയബന്ധിതമായി പെൻഷൻ കൊടുക്കാനായിട്ട് എന്തെന്ത് നടപടികളാണ് സ്വീകരിക്കുന്നത്? മിനിസ്റ്റർ. ആ ചോദ്യത്തിനെല്ലാം ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞതാണ്. അതിനകത്ത് പെൻഷൻ കമ്പനിയിലേക്കെന്നോ അല്ലെങ്കിൽ ഇന്ന പെൻഷനല്ല, സോഷ്യൽ സെക്യൂരിറ്റി സീഡ് ഫണ്ടാണ്. ആ വന്ന തുക നേരത്തെ ഇവിടെ ഞാൻ പറഞ്ഞു. നമ്മുടെ ആ ഫണ്ട് വരുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്കാണ്. ആ തരത്തിൽ ഉള്ള കണക്കും പറഞ്ഞു. നമ്മളിവിടെ പറഞ്ഞതുപോലെ ഇതെല്ലാം കൃത്യമായി കൊടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ, അതിന് കിട്ടേണ്ടത് വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം നടക്കുകയാണ്. അത് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. അതെല്ലാം കൃത്യമായിട്ട് ആ തരത്തിൽ തന്നെ കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് സംസ്ഥാന ഗവൺമെൻറ്. നമുക്ക് അർഹമായി കിട്ടേണ്ടത് കിട്ടാതെ തടഞ്ഞു വെച്ചിട്ടും നമ്മൾ ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അത് കുറച്ചുകൂടി നമുക്കെല്ലാം സംയുക്തമായിട്ട് ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ ഉൾപ്പെടെ എല്ലാ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും നടത്താൻ ഒരു സംയുക്തമായി നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റും നമുക്ക് അർഹമായി കിട്ടാനുള്ളതിനും എല്ലാം ഉള്ള പ്രവർത്തനം നടത്തണമെന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.